വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവരും തമിഴിലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇതെന്താണ് വ്ളോഗ് എന്നുള്ളത്. യെസ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമോ നാളെ എൻ്റെ ബർത്ത്ഡേ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എനിക്കങ്ങനെ കറൻലി ഇപ്പം അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും താല്പര്യമില്ല. നാളെ ഇനി ഉണ്ടാവാം, അതാണ് നാളത്തെ കാര്യമാണ്. പക്ഷേ ഇന്ന് എനിക്കിപ്പം അടുത്ത ഈ വരുന്ന നാളത്തെ ബർത്ത്ഡേക്ക് എനിക്ക് അങ്ങനെ സെലിബ്രേഷനൊന്നും വേണ്ട, എന്തിനാ അങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഐ തോട്ട് കുറച്ച് ഡ്രസ്സ് ഒരെണ്ണം ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അമ്മയെ കൊണ്ട് തയ്പ്പിക്കണം. and അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കുക. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാം, അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ നാളെ എങ്ങാനും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഈ വീഡിയോ നാളെ എങ്ങും പോയില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിൽക്കും. അതല്ലാത്ത പക്ഷമാണെന്നാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലും കണ്ടൻറ്റ് വേണം അപ്ലോഡ് ചെയ്യാനും. സോ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കൊരു 14 വയസ്സ് വരെയൊക്കെ ഞാൻ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേന് ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, മെയ് തുടങ്ങുമ്പോൾ തന്നെ ഞാനിങ്ങനെ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. എന്തോ ജസ്റ്റ് കേക്ക് മുറി അങ്ങനെ ചെയ്യാറില്ല എപ്പോഴൊന്നും. പിന്നെ മിഠായി കൊടുക്കുക, പായസം അങ്ങനെയൊക്കെ എന്തെങ്കിലും. അപ്പം ഞാൻ ഇപ്പം പക്ഷേ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെയായിരുന്നു. ഞാൻ ഒരാഴ്ച മുന്നേയൊക്കെ ഞാനിങ്ങനെ 12-ാം തീയതിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. നാളെയാണെന്നുള്ളത് നാളെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. എനിക്ക് നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ, നമ്മൾ വേണമല്ലോ ഇനിഷ്യേറ്റീവ് എടുക്കാൻ. അതൊന്ന് സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആക്കണമല്ലോ. അങ്ങനെ വലിയ സ്പെഷ്യലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നാളെ പോവാണെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആവും. അല്ലാത്ത പക്ഷം ഇതിവിടെ തന്നെ നിൽക്കും. സോ ഇതോട്ട് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങൾ കുറച്ച് മുന്നേ ഒരു ബിറ്റ് കണ്ടില്ലേ, ഭയങ്കര എസ്തെറ്റിക്കായിട്ട് സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളെ നാളത്തെ കോസ്റ്റ്യൂമും ക്ലോത്തും കമ്മലും ഒക്കെ കാണിച്ചില്ലേ, അത് കാണിച്ചു. ഇനി നമുക്കിത് തിരിച്ചെടുത്ത് വെക്കണം. ആരും എടുത്ത് വെക്കൂല, ഞാൻ തന്നെ ചെയ്യണം. ആൻഡ് ഈ കമ്മൽ ഞാൻ വാങ്ങിച്ചത് ഇപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്കിത് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ പോകെ കാണുമ്പോൾ. എനിവേ എൻ്റെ സ്റ്റോറി കണ്ടവർക്ക് മനസ്സിലാവും ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ, ഐ മീൻ എൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ രാവിലെ എണീറ്റു. ബിസ് എക്സൈറ്റ്മെൻറ്റ് അറ്റ് ഇറ്റ് സ്പീക്ക്. എനിക്ക് ഈ സെലിബ്രേറ്റ് ചെയ്യുന്നതിലുപരി എനിക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. അത് എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ് നല്ലതായിട്ട് സ്റ്റൈലിങ് ചെയ്യാനൊക്കെ. ഇത് നമ്മളുടെ പ്ലാൻ അമ്മ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ ക്യൂട്ട്നെസ് വേണമായിരുന്നു. സോ ഐ തോട്ട് നമ്മുടെ പുറകിൽ ഹുക്ക് വെച്ചിട്ടില്ല, അതിൻ്റെ പുറത്ത് ഈ സാധനമൊക്കെ വെക്കാമെന്ന്. ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ട്. ശരിക്കും അമ്മ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ദ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഓൾസോ ആ കഴുത്തിലെ സംഭവമില്ലേ, അതും നമ്മൾ തന്നെയാണ് വെച്ചത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം തയ്ച്ചപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പ്ലെയിനായിട്ട് ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊന്നും എടുത്തല്ല, ഇത് ഞാനൊരു പേജിൽ കണ്ടതാണ്, ഒരു ഇൻസ്റ്റാ പേജിൽ കണ്ട ഒരു ഡ്രസ്സാണ്. അവരുപയോഗിച്ച ക്ലോത്തൊന്നും ഇതൊന്നും അല്ല, ഡിസൈനും ഇതല്ല, പക്ഷേ മോഡൽ ഇതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് സ്ലിം ആയതുകൊണ്ടാണെന്നറിയില്ല ഇതെനിക്ക് അത്ര സ്യൂട്ടായോ എന്നെനിക്കറിയില്ല ഈ ഡ്രസ്സ്. ആ കമ്മലൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെ ഞാൻ ലോങ് കമ്മൽ, ഇങ്ങനെ ഭയങ്കര ഹെവി കമ്മലൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്കത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്തോ ഹെവി ആയിട്ട് എനിക്ക് ചെവിയിൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, മറക്കരുത്. സോ ഞാൻ വേറെ ഒന്നും ഇപ്പോൾ കറൻലി പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ നടക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടായി തോട്ട് നമുക്ക് പ്ലാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചു. കറൻലി ഞാൻ എങ്ങും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളൊന്ന് ലുലു വരെ പോവും, അല്ലെങ്കിൽ ഫാൽക്കൺ പോകാം എന്നാണ് വിചാരിക്കുന്നത്. പ്ലാനൊന്നും അല്ല, ജസ്റ്റ് വിചാരിച്ചു എന്നേ ഉള്ളത്. പിന്നെന്താണ്, ഇതാണ് നമ്മുടെ ലുക്ക്. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ആദ്യമായിട്ട് ഇടുന്നുണ്ടായിരിക്കില്ല. ഞാനിങ്ങനെ വലിയ കമ്മലൊന്നും അങ്ങനെ ഇടാറില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതിൻ്റെ ക്ലോത്ത് എടുക്കാൻ പോയ സമയത്ത് നമ്മൾ വാങ്ങിയ കമ്മലാണ്. ഇതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചത്. ഒരു ക്ലിപ്പും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അമ്മ കൊണ്ടുപോയി. സാരില്ല, നമുക്ക് അടുത്ത തവണ ഇടാം. എനിവേ ഇതാണ് ഔട്ട്ലുക്ക്, ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾ 10ൽ 0 ഒന്നും ഇടരുത്. 10ൽ ഒരു മിനിമം 5 എങ്കിലും തരണം, മിനിമം. എനിവേ നമുക്ക് ബാക്കി ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ വ്ളോഗ് ആഡ് ചെയ്യാം. കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോളിംഗ് ബെൽ. ഞാൻ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ട്, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടുകാർ എനിക്ക് ഗിഫ്റ്റ് അയച്ചതാണോ? കഴിഞ്ഞ ഡേ എൻ്റെ ചാർജർ പൊട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ്. ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. 2 ഡേയ്സിനുള്ളിൽ എനിക്ക് കിട്ടി. സോ അതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചാർജർ കിട്ടി ഫ്ലിപ്കാർട്ടിൻ്റെ വക. 2 ദിവസം ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ തോപ്പുംപടിയിൽ നിന്ന് ഒരു ചാർജർ വാങ്ങിയിട്ടുണ്ടായി. അതാണെങ്കിൽ ഒട്ടും ചാർജ് കയറത്തില്ല, ഇങ്ങനെ ഭയങ്കര പെയ്യെ കയറുള്ളായിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഒരു ചാർജർ ഫാസ്റ്റായിട്ട് ചാർജ് ആവണം. കാര്യം ഫോണാണെങ്കിൽ
ഇപ്പം വെച്ച് കഴിഞ്ഞാൽ നാളെയൊക്കെയാണ് ഫുള്ളാവുന്നത്. അത്രയ്ക്കും പെയ്യൊക്കെ ഇരുന്ന ഒരു ചാർജർ. അതിൻ്റെ എൻ്റെ പൈസയും പോയി. ആൻഡ് ഇത് വന്നപ്പോഴത്തെ എനിക്ക് ഭയങ്കര ഹാപ്പി. ആൻഡ് ഇതിൽ ബെൻഡ് ആവാണ്ടിരിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നോക്കിയപ്പോൾ 2 എണ്ണം, പിന്നെ ഒന്നും നോക്കിയില്ല, 2 എടുത്തിട്ടു. സൂപ്പർ ഹാപ്പി. ഒരു ചേഞ്ച് അല്ലേ, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ബിക്കോസ് മറ്റേത് എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു ഗൈസ്. ആൻഡ് സമ്മൺ സൈസ് അത് ഭയങ്കര ബോറായിട്ടുണ്ട് എന്ന്. സോ ഞാൻ വിചാരിച്ചു വേണ്ട. അപ്പോൾ നമ്മൾ നേരെ മെട്രോ കയറിയപ്പോൾ ഉണ്ടല്ലോ നല്ല രസമായിരുന്നു കാണാൻ. ഭയങ്കര സൺലൈറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറയാലോ, ആകാശമൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ. മ്യൂസിക്കൊക്കെ ഇട്ടപ്പോൾ എടപ്പള്ളിയിൽ എന്തൊരു നിശബ്ദത അല്ലേ. ശരിക്കുള്ള സൗണ്ട് കേൾക്കണം, കേൾപ്പിച്ചേരാം. ഈ സമാധാനം തേടിപ്പോയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് എടപ്പള്ളി സംതിങ് വിച്ച് കുറേ മെമ്മറീസൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എനിവേ നമ്മൾ നേരെ മെമ്മറി ഒന്നും നോക്കിയില്ല. ആ മെമ്മറി നോക്കി നിന്നാൽ എൻ്റെ മെമ്മറി അടിച്ചു. അതുകൊണ്ട് ഞാൻ നേരെ ഇറങ്ങി നേരെ ഇനി നമ്മൾ ലുലുവിലോട്ട് പോവാണ്. ലുലുവിൽ പോകുന്ന കാര്യം വേറൊന്നുമല്ല, ജസ്റ്റ് ഹൈപ്പറിലൊന്ന് പോകണം. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി ഉള്ളതിനെക്കാട്ടി തിരക്കായിരുന്നു. കാര്യം ഒന്ന് വെക്കേഷനാണ്, അതുപോലെ തന്നെ കുറേ ഫാമിലീസൊക്കെ ട്രിപ്പായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. ലുലു പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ വെറുത്തല്ലായിരുന്നു ഇപ്പം നോക്കുമ്പോൾ. ഇനി അത് പോട്ടെ, നമ്മൾ നേരെ കേക്ക് സെക്ഷനിലേക്കാണ് പോയത്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ കേക്ക് വേണോ, ഈ കേക്ക് 4 എണ്ണം ഉണ്ട്, അതോ ഒറ്റയ്ക്കൊരു കേക്ക് വാങ്ങിക്കണമെന്നായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. എനിക്ക് ഭയങ്കര വലിയ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യണം അങ്ങനെ ഒന്നും എനിക്ക് ഈ ബർത്ത്ഡേക്ക് ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരു ചെറിയൊരു എന്താ അതിൻ്റെ പേര്, കപ്പ് കേക്ക് ഇല്ലേ, അത് വാങ്ങിയാൽ മതി. കുറേ പിൻട്രസ്റ്റ് വൈബ് ഞാൻ കണ്ടായിരുന്നു അങ്ങനത്തെ. സോ ഐ തോട്ട് അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ നമുക്ക് ഈ 4 പീസസ് ഉള്ളത് എനിക്ക് കൊടുക്കാൻ മനസ്സ് വന്നില്ല. ആൻഡ് അത് നമ്മൾ പാക്ക് ചെയ്തു. മറ്റേതും എടുത്തു. അതായിരുന്നു നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പ്രോട്ടീൻ പൗഡറൊക്കെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്നപ്പോഴാണ് കണ്ടത് മഫിൻസ് ഇരിക്കുന്നു. അത് കണ്ട പാടെ ഞാൻ അതങ്ങ് വാങ്ങി. പിന്നെ ഒരു ചിക്കൻ പാൻ പിസയും നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയായിരുന്നു. ഇവിടെ നമ്മൾ പിന്നെ വേറൊരു സാധനം കൂടെ വാങ്ങി, ഒരു പെപ്സി കൂടി വാങ്ങി. നേരെ ബില്ലടിച്ചു. നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനായിരുന്നു. കേക്കല്ല, ആ ചെറിയ കേക്ക്. എനിക്ക് ജസ്റ്റ് ഒരു കേക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര സെലിബ്രേഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് ഈ ബർത്ത്ഡേക്ക് എന്നല്ല, എനിക്കങ്ങനെ ബർത്ത്ഡേ ഇപ്പോൾ സെലിബ്രേഷൻസിനോടൊന്നും അധികം താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ കറൻ്റ്ലി. പിന്നെ ഇനിയിപ്പോൾ ഉണ്ടാവാതിരിക്കാം. എനിവേ ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ സെലിബ്രേഷൻ വേണമെന്നൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഒരു ചെറിയ കേക്ക്, ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജസ്റ്റ് കട്ട് ചെയ്തു. അതിലുപരി ഒരു സ്റ്റോറിക്കുള്ളൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല റെഡ് വെൽവെറ്റിൻ്റെ മഫിനായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഒരുപാടൊന്നും അവിടെ വെച്ച് കഴിച്ചില്ല. ഞാൻ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. നെക്സ്റ്റ് നമ്മൾ ഈ പാൻ പിസ്സ കഴിച്ചു. സംഭവം കണ്ടിട്ട് ലുക്കിലെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ സാധനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. ആദ്യം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത് ഇന്നായിരുന്നു. പക്ഷെ പിന്നെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഐ വാസ് ലൈക്ക് വാവ്, അങ്ങനെ ആയിപ്പോയി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് പൊതിഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല. എനിവേ അതവിടെ വെച്ച് തന്നെ തീർത്തു ഞാൻ. എന്തായാലും അടിപൊളിയാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ ലുലുവിൽ പോകുമ്പോൾ പാൻ പിസ്സ കുറച്ചും കൂടെ വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും. എൻ്റെ റോളും ട്രൈ ചെയ്യണമെന്നുണ്ട് എനിക്ക്. നെക്സ്റ്റ് ടൈം നമുക്ക് റോളും ട്രൈ ചെയ്യാം. ബിക്കോസ് ഒരുപാട് ലേറ്റായി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലമ്മ കയറ്റൂല എന്നെ. സോ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു. ആൻഡ് ഇത്രേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ്. ജസ്റ്റ് ലുലുവിൽ പോയി ഒരു കേക്ക് കട്ട് ചെയ്തു, ജസ്റ്റ് തിരിച്ചു പോന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ തപ്പി നടന്നായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിവേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം ടാറ്റാ.